അഹമ്മദാബാദ് വിമാനാപകടം രാജ്യത്തെ മുഴുവൻ നടുക്കി ബോയിങ് കമ്പനിയെ നടുക്കിയ ഒരു വിമാനാപകടം. ഇപ്പോൾ എല്ലാ ജോലിക്കും അടിസ്ഥാന യോഗ്യതയായിട്ട് +2 ആണ് കണക്കാക്കിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതുവരെ +2 പാസ്സാകാൻ പറ്റാത്തവർക്ക് 6 മാസം കൊണ്ട് +2 എഴുതി പാസ്സാവും. കേരള ഗവൺമെൻറ്റും PSC അംഗീകരിച്ചാണ്. ഒറ്റ പരീക്ഷയേ ഉള്ളൂ. ഗ്രൂപ്പ് മാറ്റി എഴുതാം. എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ലാംഗ്വേജ് പോയിട്ട് ബാക്കി എല്ലാ വിഷയങ്ങളും മലയാളത്തിൽ എഴുതാം. ഇംഗ്ലീഷ് നിർബന്ധമല്ല. അതിൽ ഉത്തരവാദി മർഫിയാണ്. മർഫി എന്ന് പറയുന്ന പേര് എയ്റോസ്പേസ് എഞ്ചിനീയറിംഗ് കഴിഞ്ഞുള്ള മറ്റു വിഭാഗങ്ങൾക്ക് വളരെ പരിചയമുള്ള ഒരു വാക്കല്ല. എഡ്വാർഡ് അലോഷ്യസ് മർഫി എന്നാണ് ജൂനിയർ എന്നാണ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അമേരിക്കക്കാരനാണ്. ഇദ്ദേഹത്തിൻ്റെ പേരിലാണ് ലോകത്തുള്ള മിക്കവാറും എല്ലാ വിമാനാപകടങ്ങളും ചെന്നെത്തുന്നത്. സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ഒരു ലോ ആയിട്ട്, പ്രത്യേകിച്ച് എയറോസ്പേസുമായിട്ട് ബന്ധപ്പെട്ട സയൻസിലെ ഒരു പ്രധാനപ്പെട്ട ലോ ആയിട്ട് പറയുന്നത് മർഫി ലോയാണ്. മർഫി ലോ വളരെ ലഘുവായിട്ട് ലളിതമായിട്ട് ഞാൻ പറഞ്ഞുതരാം. ഒരു ഫിറ്റിങ്സ് ശരിയായ രീതിയിലല്ലാതെ വേറെ ഏതെങ്കിലും രീതിയിൽ ഫിറ്റ് ചെയ്യാൻ പറ്റുമെങ്കിൽ എന്നെങ്കിലും ഒരാൾ എപ്പോഴെങ്കിലും അത് അങ്ങനെ ഫിറ്റ് ചെയ്തിരിക്കും എന്നാണ് ആ നിയമം പറയുന്നത്. ഉദാഹരണത്തിന് നമ്മുടെ വീട്ടിൽ തന്നെ നമ്മൾ 3-പിൻ പ്ലഗ് കാണുന്നുണ്ട്. മർഫിയുടെ ഏറ്റവും വലിയ ഉദാഹരണം നമ്മുടെ വീട്ടിൽ തന്നെയുണ്ട്. ഒരു 3-പിൻ പ്ലഗ് കാണുന്നുണ്ട്. അതിൽ ഒരു ഭാഗത്ത് ന്യൂട്രൽ, ഒരു ഭാഗത്ത് ഫേസ്, മേളിൽ എർത്ത്. എർത്തിനുള്ള ആ സോക്കറ്റിൻ്റെ ഫീമെയിൽ സോക്കറ്റ് ആണെങ്കിൽ ഫീമെയിൽ സോക്കറ്റും വലുതാണ്. പ്ലഗിൻ്റെ ആ മേൽ ഭാഗവും വളരെ വലുതാണ് സാധാരണക്കാണ്. അതായത് ന്യൂട്രലിനെക്കാളും ഫേസിനെക്കാളും വലുതാണ് എപ്പോഴും എർത്തിൻ്റെ ഫോം വച്ചേക്കുന്നതും. അതിൻ്റെ ആംഗിൾ സെറ്റ് ചെയ്യുന്നതും ഒരിക്കലും തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലാണ്. അപ്പോൾ അത് എങ്ങനെയെങ്കിലും അത് തിരിച്ച് ഫിറ്റ് ചെയ്യാൻ പറ്റുകയാണെങ്കിൽ ഒരാൾ ഫേസും എർത്തും കൂടെ കൊടുത്ത് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്ത് പറ്റും? അപ്പോഴും എർത്തടിച്ചങ്ങ് പോകും, അല്ലെങ്കിൽ ഷോക്ക് അടിക്കും. അപ്പോൾ ഇത് തന്നെയാണ് വിമാനത്തിലും നമ്മൾ എയറോസ്പേസ് എഞ്ചിനീയറിംഗിൽ ആദ്യം പഠിക്കുന്ന നിയമങ്ങളാണ് മർഫി ഒഴിവാക്കുക. അതായത് ഏതെങ്കിലും ഒരു കൺട്രോൾ നമ്മൾ തെറ്റായ രീതിയിൽ ഉപയോഗിക്കാൻ ഉള്ള സാധ്യത നമ്മൾ അവശേഷിപ്പിക്കുകയാണെങ്കിൽ എന്നെങ്കിലും ഒരു കുരങ്ങൻ കൃത്യമായിട്ട് അത് ചെയ്തിരിക്കുമെന്നുള്ളതാണ്. ഇപ്പോൾ ഈ വിമാനാപകടത്തിൽ പറ്റിയത് ഇതിൻ്റെ ഫ്യുവൽ കൺട്രോൾ സ്വിച്ചുകൾ രണ്ടും ഓഫ് പൊസിഷനിലോട്ട് പോയി എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഏത് കണ്ടീഷനിലാണ് രണ്ട് ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകളും ഓഫ് ആക്കേണ്ടി വരുന്നത്? അത് ലാൻഡ് ചെയ്യുന്ന സമയത്തായിരിക്കണം. അത് ഓൺ ആയിരിക്കുമ്പോഴത്തേക്ക് ഈ ഫ്യൂവൽ കൺട്രോൾ സ്വിച്ചുകൾ ഓഫ് ആക്കാനുള്ള ഒരു പ്രൊവിഷൻ ബോയിങ് കമ്പനി ആ സ്വിച്ചുകൾക്ക് ഒരിക്കലും കൊടുക്കരുതായിരുന്നു. വിമാനം റൺ മോഡിലാകുമ്പോഴത്തേക്ക് ഫ്യൂവൽ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ വിമാനം തകരുമെന്നുള്ള കാര്യം എല്ലാവർക്കും വളരെ ലളിതമായിട്ട് അറിയാമെന്നുള്ള കാര്യമാണ്. ഇല്ലെങ്കിൽ അത് ഓട്ടോ പൈലറ്റ് രീതിയിൽ ചെയ്യണമായിരുന്നു. മാനുവലായിട്ട് ഈ രണ്ട് സ്വിച്ചുകളും ഇത് പുൾ ആൻഡ് ടേൺ എന്നുള്ള രീതിയിലുള്ള രണ്ട് സ്വിച്ചുകളാണ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളൂ. ഇതിനെ വലിച്ച് സൈഡിലോട്ടാക്കാനേ പറ്റുള്ളൂ. അത് വെറുതെ ഇങ്ങനെ തട്ടിക്കഴിഞ്ഞാൽ ഈ സ്വിച്ച് ഒരു സൈഡിലോട്ടാവത്തില്ല. അപ്പം വലിച്ച്, അതായത് ഇൻറ്റൻഷനലി മാത്രമേ നമുക്കത് ചെയ്യാൻ പറ്റുള്ളൂ. ഇത് വലിച്ച് ടേൺ ചെയ്യുക. മിക്ക സ്വിച്ചുകളും വിമാനത്തിൽ ഉപയോഗിക്കുന്ന പല സ്വിച്ചുകളും പല കൺട്രോളുകളും വളരെ ക്രിട്ടിക്കലായിട്ടുള്ള കൺട്രോളുകളെല്ലാം ഇങ്ങനെയുള്ളതാണ്. നമ്മൾ പുറത്തോട്ട് വലിക്കുക, തിരിക്കുക, അല്ലെങ്കിൽ അമർത്തുക, വീണ്ടും തിരിക്കുക. അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ കാഷ്വൽ ആയിട്ടുള്ള ഒരു കൺട്രോളിൻ്റെ ഉപയോഗം, ആ രീതി കാഷ്വലായിട്ട് ഉപയോഗിക്കാൻ പറ്റാത്ത കൺട്രോളുകൾ വളരെ ശ്രദ്ധയോടെ മാത്രം തിരിക്കാനും അബദ്ധത്തിൽ ആ സ്വിച്ച് തിരിക്കാതിരിക്കാനും വേണ്ടിയിട്ടാണ് ഇത്തരമുള്ള മുൻകരുതലുകൾ വിമാനത്തിലെ കൺട്രോളുകളിൽ നമ്മൾ എടുത്തേക്കുന്നത്. അപ്പോൾ ഈ കരുതലുകളെല്ലാം എടുക്കുന്നത് എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ മർഫി ഒഴിവാക്കാനാണ്. ഇപ്പം നമ്മൾ മർഫീസ് എന്നാണ് അതിന് പറയുന്നത്. ഒരു മർഫി ഒഴിവാക്കണമെങ്കിൽ അതിന് വേണ്ടിയിട്ട് നമ്മൾ വിമാനത്തിൻ്റെ ഓരോ കൺട്രോളിൻ്റെയും ഡിസൈനിങ്ങിൽ പലതായിട്ട് പല കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാറുണ്ട്. അപ്പോഴെല്ലാം നമ്മൾ പേടിക്കുന്നത് എന്താണ്? മർഫിയെ പേടിക്കും. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് മർഫി അനുസരിച്ച് ഇപ്പോൾ സംഭവിച്ചൊരു മർഫിയാണ്. രണ്ട് കൺട്രോളും മാനുവലായിട്ട് ഓഫ് ചെയ്യാനും ടേക്ക് ഓഫ് ചെയ്യുന്ന സമയത്ത് രണ്ട് കൺട്രോളും മാനുവലായിട്ട് ഓഫ് ചെയ്യാനുള്ള ഒരു സംവിധാനം ആ വിമാനത്തിനകത്ത് ഒരിക്കലും ഉണ്ടാകാൻ പാടില്ലാത്ത ഒരു കാര്യമായിരുന്നു. ഇനി വീണ്ടും അവിടെ തർക്കം അവശേഷിക്കുന്നത് ഈ രണ്ട് പൈലറ്റും കോ പൈലറ്റും ആണോ ചെയ്തത്, അതോ വിമാനം സർവീസ് ചെയ്യുന്നതിനിടയ്ക്ക് ഏതെങ്കിലും വിമാനത്തിൻ്റെ ഹാൻഡിലിംഗ് എൻജിനീയേഴ്സ് ആരെങ്കിലും ചെയ്തതാണോ ഒന്നും അറിയത്തില്ല. അപ്പം അതിനകത്ത് ഒരു തർക്കം വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പൈലറ്റിൻ്റെ ക്യാപ്റ്റൻ്റെ അമ്മ മരിച്ചതിൻ്റെ സങ്കടത്തിൽ പുള്ളിക്കാരൻ
അമ്മ മരിച്ചിട്ട് വന്നതാണ്, ആ വിമാനം തകർത്തു എന്നാണ് പറയുന്നത്. അദ്ദേഹത്തിൻ്റെ മാനസികാവസ്ഥയാണ്. നമുക്ക് ഒരാളുടെ മാനസികാവസ്ഥ അളക്കാനുള്ള യന്ത്രങ്ങളൊന്നും നമ്മൾ കണ്ടുപിടിച്ചിട്ടില്ല. അയാളുടെ മാനസികാവസ്ഥയിൽ അയാൾ ചെയ്തു പോയതായിരിക്കാമെന്ന് പറയുന്നുണ്ട്. പൈലറ്റ് അസോസിയേഷൻ അതിനെ എതിർക്കുന്നുണ്ട്. പക്ഷേ രണ്ടായാലും അതിൻ്റെ ഉത്തരവാദി മർഫി എന്ന് പറയുന്ന നിയമമാണ്. കാര്യം ഒരു മർഫി നിയമം അനുസരിച്ചിട്ട് ഇങ്ങനെ ഒരു തെറ്റ് സംഭവിച്ചിരിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ അത് ഒരാൾ എന്തെങ്കിലും ചെയ്തിരിക്കുമെന്നാണ് മർഫി പറയുന്നത്. അപ്പോൾ ഇവിടുത്തെ യഥാർത്ഥ കൾപ്രിറ്റ് എന്ന് പറയുന്നത് മർഫിയാണ്. അപ്പോൾ മർഫികളെ പറ്റിയിട്ട് ഇത്രയും ആധുനിക ലോകമായിട്ടും ഏകദേശം വിമാന ഗതാഗതത്തിന് ഏകദേശം നൂറ്റാണ്ടോളം പഴക്കമുണ്ട് എങ്കിൽ പോലും ഇപ്പോഴും നമ്മൾ മർഫികളെ പേടിക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ മർഫിയാണ് ഈ വിമാനാപകടത്തിലെ കൾപ്രിറ്റ്. വിമാന മേഖലയിലുള്ള എല്ലാവരും മർഫികളെ ഇനിയും പേടിക്കേണ്ടിയിരിക്കുന്നു എന്നാണ് നമ്മൾ ഇതിൽ നിന്ന് മനസ്സിലാക്കുന്നത്. നന്ദി, നമസ്കാരം.